മമ്മി എന്തെടുക്കാൻ പോണം മമ്മി? ഞാൻ വെളിച്ചെണ്ണ മുറുക്കാൻ പോവാം. തലയിൽ നമ്മൾ സ്ഥിരം തേക്കുന്ന വെളിച്ചെണ്ണ കാച്ചി വെളിച്ചെണ്ണ നമ്മൾ തേക്കുന്നത് തലയിൽ, അത് തന്നെ മുറുക്കാൻ പോകും. വേണ്ട ചേരുവകൾ പറഞ്ഞിട്ട് ഞാൻ 250 ഗ്രാം വെളിച്ചെണ്ണയാണ് ഇപ്പം മുറുക്കാൻ പോണത്. കുറച്ച് ഉലുവ, ശംഖുപുഷ്പം, 2 കറ്റാർവാഴ പീസ്, ഇതിൻ്റെ സൈഡിലെ മുള്ള് കളഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് വെച്ചേക്കണം. പിന്നെ ചെറിയ ഉള്ളി, കറിവേപ്പില, തുളസി, കയ്യൂനി, പിന്നെ ചെമ്പരത്തിരല 25 തണ്ട ചെമ്പരത്തി, കറിവേപ്പില, തുളസി, ഇത്രയും ചേരുവകൾ. വേണമെങ്കിൽ മൈലാഞ്ചി ചേർക്കാം. എൻ്റെ കയ്യിൽ ഇപ്പം മൈലാഞ്ചി കിട്ടിയില്ല, അപ്പം ഞാൻ മൈലാഞ്ചി ചേർക്കുന്നില്ല. ആദ്യമായിട്ട് ചട്ടി ചൂടാൻ വെച്ചു. സാധാരണ അരച്ച് പിഴിഞ്ഞ് ചാറെടുക്കുക. അതിൽ നല്ലത് 250 ഗ്രാം വെളിച്ചെണ്ണയിൽ നമ്മൾ മുറുക്കുമ്പോൾ ഇത് ഇലകളൊക്കെ ഒന്നിച്ചിട്ട് മുറിക്കാൻ മതി. ചട്ടി ചൂടായി, ഞാൻ എണ്ണ ഒഴിക്കട്ടെ. ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെന്ന് വെച്ചാൽ നമ്മളുടെ മുടി നരയ്ക്കാൻ വരുന്ന മുടി നരയ്ക്കില്ല. നരച്ച മുടി കറക്കുമെന്ന് ഞാൻ പറയില്ല. പിന്നെ മുടി കൊഴിച്ചിലില്ല. പിന്നെ ഞങ്ങളുടെ മുടി തന്നെ ഞങ്ങൾക്ക് അനുഭവം 25 വർഷത്തോളമായി ഞങ്ങൾ ഇത് ഉപയോഗിക്കുന്നു. ഇതുവരെ എണ്ണ മാറ്റി ചെയ്തിട്ടില്ല. ചട്ടി ചൂടായില്ലേ മമ്മി? ചൂടായി. ഞാൻ ആദ്യം ഉലുവ ഇടത്തിട്ടാ. കറിവേപ്പില, ശംഖുപുഷ്പം, തുളസി, ചെമ്പരത്തി, അപ്പം നമ്മൾ കറ്റാർവാഴ അരിഞ്ഞാണ് ഇടുന്നത്. കാരണം എന്ന് വെച്ചാൽ അരച്ചിട്ട് കഴിഞ്ഞാൽ ഇതൊരു ഇതുണ്ടാവില്ല. അയ്യ കറ്റാർവാഴ ചെറിയ ഉള്ളിയും ഇടുക. അപ്പം അത് കരിഞ്ഞ് വരുമ്പോൾ നമ്മളുടെ വെളിച്ചെണ്ണ പാകമായി. കൂടാനും പാടില്ല, മുറുക്കിയാൽ കുറയാനും പാടില്ല. ഈ കറ്റാർവാഴയും ഉള്ളിയും 2 കറ്റാർവാഴ പീസ് സൈഡിലെ മുള്ളുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. ആറുമാസം വരെ വെള്ളം തൊടാതെ നമ്മൾ കൈമേൽ വെള്ളം തൊടാതിരുന്ന കേടുവരാ ഇരിക്കുകയും ചെയ്യും. ഉള്ളി, ചെറിയ ഉള്ളി, അത് ജലദോഷത്തിനും നല്ലതിന് നീർക്കെട്ട് വരാതിരിക്കാൻ, പിന്നെ മുടി പെട്ടെന്ന് നരയ്ക്കാതിരിക്കാനും നല്ലതാണ് ഉള്ളി നീര്. ഈ ഉള്ളി മൂത്ത് വരുമ്പോൾ നമ്മളുടെ വെളിച്ചെണ്ണ പാകമായി. നല്ല മണമുണ്ട്. തലയിൽ വെളിച്ചെണ്ണ തേക്കുമ്പോൾ നല്ല സുഖമാണ് തലയിൽ. പിന്നെ മുടി വലുതാവും, മുടി ഊരില്ല. ഇത് മൂത്ത് കണ്ട ഉള്ളി മൂത്ത് വന്നു. ഇത് ചൂടാറിയതിന് ശേഷം ഇത് അരിച്ച് നമുക്ക് കുപ്പിയിലേക്കാക്കാം. മുറുകി ശരിയായി. ഇനി അരിപ്പ് വെച്ചിട്ട് ഇതിന് വേണ്ടിയുള്ള അരിപ്പാണ് കേട്ടോ. അതാണ് എൻ്റെ കളർ. അരിച്ചിട്ട് പിഴിഞ്ഞെടുക്കണം.